വഴിയെ ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ കുടുംബത്തിനായി ബാക്കി വെച്ചതും ഇതുമാത്രം. ഭാര്യ സുഹദ അത് തിരിച്ചറിഞ്ഞു. ലക്ഷങ്ങളുടെ ബാധ്യതയും 4 മക്കളുമടങ്ങുന്ന കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഷമീറിന്റെ മാർഗം ഏറ്റെടുത്തിരിക്കുകയാണ് സുഹദ. ഇന്ന് ഏത് ഉയരത്തിലുള്ള മരങ്ങളിലും കയറും. തളർന്നിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ മക്കളും കാര്യങ്ങളും പിന്നെ ഒരുപാട് ബാധ്യതകളും ഉണ്ട്. നമുക്ക് ഒരുപാട് ആലോചിക്കണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് ഈ ജോലി തന്നെ തെരഞ്ഞെടുത്തൂടാ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് വന്നു. ഇക്കാന്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ, ഇക്കാന്റെ ഫാമിലി, അനീഫക്ക, അതായത് ഇക്കാന്റെ ജ്യേഷ്ഠൻ, പിന്നെ എന്റെ ഫാമിലിയില് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് വന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. മേലെ കയറുമ്പോഴും അടിയിൽ പണിയുമ്പോഴും നല്ല ശ്രദ്ധിക്കണം. റിസ്ക് പിടിച്ച പണിയാണെന്ന് നമുക്കറിയാം. പക്ഷെ കാണുന്നവർക്ക് അത് ചിലവർ വിചാരിക്കും പണ്ടല്ലേ നീ മരം കയറാം. മുസ്ലിംസില് നമ്മൾ ഈ പേന്റും കുപ്പായൊക്കെ ഇട്ട് ഇതിൽ കയറുമ്പോ ആ ഒരു ചോദ്യം പറിച്ചിട്ടാണ്. പക്ഷെ ആരും എന്നോട് അങ്ങനെ എതിർത്ത് പറയാനുള്ള ആരും വന്നിട്ടില്ല. കാരണം അവർക്കറിയാം നമ്മുടെ സാഹചര്യം. 4 മക്കളാണ്. ആ 4 മക്കളെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവർക്കുള്ള ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം ഞാൻ എന്നെ അധ്വാനിക്കണം. സാഹസിക രക്ഷാപ്രവർത്തകൻ ഷമീറിന്റെ സേവനം മണ്ണാർക്കാട്ടുകാർക്ക് മറക്കാനാവില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കാൻ ഷമീർ എത്തുമായിരുന്നു. മരം കയറിലെ ഷമീറിന്റെ വൈദഗ്ധ്യം കാശ്മീർ വരെ എത്തി. അവിടുത്തെ കർഷകർക്ക് പരിശീലനം നൽകാനായി ഷമീറിനെ ക്ഷണിച്ചിരുന്നു. രാജ്യത്തെ ചില രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുത്തു. 2024 മെയ് 29 മരം കയറുന്നതിനിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അന്ന് വയസ്സ് 43. തുടർന്ന് ജീവിതം എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഭാര്യ സുഹദ ഷമീറിന്റെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ഇരിഞ്ഞാലക്കുടയിലെ ഷമീറിന്റെ സുഹൃത്തിൽ നിന്നും പരിശീലനം നേടി. ഷമീറിന്റെ ഉപകരണങ്ങളും കൂട്ടുകാരും തൊഴിലിൽ ഒപ്പമുണ്ട്. ഷമീറിനെ പോലെ കിണറും കുളവുമൊക്കെ വൃത്തിയാക്കാനും സുഹദ തയ്യാറാണ്. ഇക്കാന്റെ കൂടെ വർക്ക് ചെയ്ത 2-3 പേരുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വർക്ക് ഉണ്ടെങ്കിൽ വർക്കിന് പോകും. കുളം തേവുക, കുളം വൃത്തിയാക്കുക, കിണർ വൃത്തിയാക്കുക, കിണർ വറ്റിക്കുക ഒക്കെ ചെയ്യും. എന്ത് റിസ്കിന് നമ്മൾ ഇറങ്ങാൻ റെഡിയാണ്.